ഒരു പുതിയ ഐറ്റമാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഗോർഡൻ റാംസയുടെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾ ചിക്കൻ വിങ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ വിങ്സിൻ്റെ മറ്റേ ഭാഗം നമ്മൾ ഓൾറെഡി ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരുന്നു. ഇത് റെസ്റ്റ് ഓഫ് ദ പാർട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആകെ ചേർക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത ഗാർലിക്കും പാപ്രിക്ക പൗഡറും, നമ്മുടെ മുളക് പൊടിയും പാപ്രിക്ക പൗഡറും കൂടി യൂസ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 5 to 10 minutes നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം നമ്മൾ പാനിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്ക് പറക്കി വയ്ക്കുന്നു. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ആകെ നമ്മൾ ഇതിനകത്ത് പാപ്രിക്ക പൗഡറും നമ്മുടെ വെളുത്തുള്ളിയും ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് പെപ്പറും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബട്ടറാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ബട്ടർ ആഡ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഹോട്ട് സോസ് ഒഴിച്ച് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ജസ്റ്റ് 2-3 മിനിറ്റ് മാത്രം നമ്മളതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ആ മാരിനേഷനൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മീതേക്ക് നമ്മൾ കുറച്ച് പെപ്പർ മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളതിനെ മൈക്രോവേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ 375 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അപ്പം മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. നമുക്കിതിനൊരു ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹോട്ട് സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. ഞാനിത് നോർമലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻസൈഡെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ സ്നാക്സ് പോലെയൊക്കെ പെട്ടെന്ന് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്.